പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 1 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഇന്ന് 2021 ആരംഭിക്കുകയാണ്. 365 പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജ് ആണ് ഇന്ന്. നമ്മൾ ഓരോ ദിവസവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ ഓരോ ദിവസവും വളരെ പോസിറ്റീവായിട്ടും സക്സസ് ആയിട്ട് മാറ്റാനും സാധിക്കും. JD's അക്കാഡമിയുടെ പേരിൽ ഓരോരുത്തർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. On which date other than driving test did the Kerala Motor Vehicle Department start online service? കേരള മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സേവനം ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴികെ ആരംഭിച്ച തീയതി 1 ജനുവരി 2021. 2021 ജനുവരി 1 തീയതി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സർവീസുകളും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലൈൻ സർവീസ് തുടങ്ങുകയാണ്. ആപ്ലിക്കേഷൻസ് മുതൽ പേയ്മെൻറ്റ് എല്ലാം ഇനി ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കും. All domestic voice calls from which network will be free from January 1st, 2021? 2021 ജനുവരി 1 മുതൽ എല്ലാ ഡൊമസ്റ്റിക് കോളുകളും ഏത് നെറ്റ്വർക്കാണ് ഫ്രീ നൽകുന്നത്? ജിയോ സർവീസാണ് 2021 ജനുവരി 1 മുതൽ എല്ലാ വോയിസ് കോളും ഫ്രീ ആയിട്ട് ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരം നൽകുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിൽ ലേ ദി ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ലൈറ്റ് ഹൗസ് പ്രൊജക്ട്സ് ഇൻ ഹൗ മെനി സ്റ്റേറ്റ്സ് ഓൺ ജനുവരി 1, 2021? 2021 ജനുവരി 1 എത്ര സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈറ്റ് ഹൗസ് പ്രൊജക്ടിൻ്റെ ശിലാസ്ഥാപനം നടത്തും? 6 states. 6 സംസ്ഥാനങ്ങളിലാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2021 ജനുവരി 1 ശിലാസ്ഥാപനം നടത്തുക. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട്, ജാർഖണ്ഡ് ആൻഡ് ത്രിപുര സംസ്ഥാനങ്ങളിലാണ് ലൈറ്റ് ഹൗസ് പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. വിച്ച് കൺട്രി ഈസ് ലീവിംഗ് യൂറോപ്സ് കസ്റ്റംസ് യൂണിയൻ ആൻഡ് സിംഗിൾ മാർക്കറ്റ് ആൻഡ് ബ്രെക്സിറ്റ് ബിക്കംസ് റിയാലിറ്റി ഓൺ 31st December 2020? ഏത് രാജ്യമാണ് യൂറോപ്പിലെ കസ്റ്റംസ് യൂണിയനും സിംഗിൾ മാർക്കറ്റും ഉപേക്ഷിച്ച് 2020 ഡിസംബർ 31 ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാകുന്നത്? ബ്രിട്ടൻ. യൂറോപ്പിലെ കസ്റ്റംസ് യൂണിയൻ ആൻഡ് സിംഗിൾ മാർക്കറ്റ് ബ്രിട്ടൻ ഉപേക്ഷിക്കുന്നു. ഇത് പ്രകാരം ബ്രെക്സിറ്റ്, ബ്രിട്ടീഷ് എക്സിസ്റ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. Who has been awarded a knighthood in the UK New Year's Honours list? UK New Year's Honours പട്ടികയിൽ ആർക്കാണ് നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത്? ലൂയിസ് ഹാമിൽട്ടൺ. ഗ്രാൻഡ് പ്രിക്സ് സക്സസ്ഫുൾ ഡ്രൈവർ ആയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടനാണ് UKയുടെ ഹോണേഴ്സ് ലിസ്റ്റിൽ നൈറ്റ്ഹുഡ് അവാർഡ് ലഭിക്കുന്നത്. ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ബഹുമതിയാണ്. ഈ ബഹുമതി ലഭിക്കുന്നവർക്ക് പുരുഷന്മാർ ആണെങ്കിൽ സർ എന്ന ടൈറ്റിലും വനിതകൾക്ക് ഡെയിം എന്ന ടൈറ്റിലും ലഭിക്കുന്നു. നെയിം ഓഫ് ദ 14-year-old ബോയ് ഫ്രം ഗോവ ബിക്കെയിം ദി 67th ഗ്രാൻഡ് ചെസ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. 67ാമത്തെ ഗ്രാൻഡ് ചെസ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആകുന്ന 14 വയസ്സുള്ള ഗോവൻ ആൺകുട്ടിയുടെ പേര്? ലിയോൺ മെൻഡോൺക. ലിയോൺ മെൻഡോൺകയാണ് ഇന്ത്യയുടെ 67ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത്. 14 വയസ്സ് 9 മാസം 17 ദിവസമുള്ള ആയപ്പോൾ ലിയോൺ മെൻഡോൺകയ്ക്ക് ഈ അവാർഡ് ലഭിച്ചു. ഹു ബിക്കെയിം ദി ഫസ്റ്റ് വുമൻ ടു ഡിറക്റ്റ് എ ടീം ഇൻ NBA ഹിസ്റ്ററി? ബെക്കി ഹാമോൺ. നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിത ടീം നയിക്കുന്ന ബഹുമതി ലഭിച്ചു. ഗ്രെഗ് പോപ്പോവിച്ചിനെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പായിട്ട് ഒഫീഷ്യൽസ് പുറത്താക്കിയത് കൊണ്ടാണ് ബെക്കി ഹാമോണിന് ഈ അവസരം ലഭിച്ചത്. അങ്ങനെ NBA ഹിസ്റ്ററിയിൽ ആദ്യത്തെ വനിത എന്ന ബഹുമതി ബെക്കി ഹാമോന് ലഭിച്ചു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റം വരും. നമുക്ക് വരുന്ന എക്സാംസ് നന്നായിട്ട്
പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.